എനിക്ക് മാത്രം എതിരെ വരുന്ന ഒരു കാര്യവുമല്ല. കാരണം കമന്റ് നമ്മൾ വീട്ടിലിരുന്ന് ഒളിഞ്ഞ് അല്ലെങ്കിൽ ഫേക്ക് ഐഡികളിൽ ഇരുന്ന് ഒളിഞ്ഞ് തിരിഞ്ഞും ഇടുന്ന ആളുകൾ ഡെഫിനറ്റ്ലി അതൊരു ക്രൈമാണെന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ ഒരു അവയർനെസ് കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേക്കുന്നത്. സൈബറിടം ആരുടെയും പൊതു സ്വത്തല്ല, കുടുംബ തറവാടുമല്ല. തൊഴിലെടുത്ത് ജീവിക്കുന്നവരെയും നിലപാടുകൾ വ്യക്തമാക്കുന്നവരെയും അറപ്പുള്ള വാക്കുകൾ കൊണ്ട് ആക്രമിക്കാനും വ്യക്തിഹത്യ നടത്താനും അവരുടെ പ്രിയപ്പെട്ടവരെ അടക്കം അധിക്ഷേപിക്കാനും സൈബറിടത്തിൽ ഒരുത്തനും ആരും ലൈസൻസ് നൽകിയിട്ടുമില്ല. വഴിയിൽ പോകുന്നവരെ അശ്ലീലം കാണിച്ചാൽ പോലീസ് പിടിച്ചകത്തിടുമെന്ന് അറിയുന്നവർ തന്നെയാണ് അതേ പണി നാണമോ മാനമോ ഇല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ കാണിക്കുന്നത്. ഇതൊരു ഹണി റോസ് മാത്രം നേരിട്ട വിഷയമല്ല. ഈ ചർച്ച അവതരിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകയായ ഞാനടക്കം എത്രയോ പേരാണ് ഈ കേരളത്തിൽ മുഖമില്ലാത്ത സൈബർ കൂട്ടങ്ങളുടെ ആക്രമണം ദിനം പ്രതി നേരിടുന്നത്. ഇതൊന്നും ചോദിക്കാനും പറയാനും ആരും വരില്ല എന്ന് കരുതുന്ന ക്രിമിനലുകൾക്കും അവരെ രഹസ്യമായി ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും മുഖമടച്ചുള്ള അടിയാണ് ഹണിയുടെ പരാതിയിലെ നടപടികളും അറസ്റ്റും. എന്തിനാണ് സൈബറിടത്തിൽ മലയാളിക്ക് ഈ ഞരമ്പ് രോഗം? ഈ ഒരു മണിക്കൂർ പരിശോധിക്കുന്നു. സ്വാഗതം. ചർച്ചയുടെ പാനലിലേക്ക് കടക്കുന്നതിന് മുൻപ് അഭിനേത്രി ഹണി റോസ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഹണി, ചെറിയ പോരാട്ടമല്ല ഈ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഒരുപാട് സമയമെടുക്കും. അത് ഏത് തരത്തിലാണ് നീതി കിട്ടുക എന്നുപോലും ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോരാട്ടത്തിലേക്ക് ഇറങ്ങാം, ഇത് പരസ്യമായി തുറന്നു പറയാം എന്ന് തീരുമാനിച്ചത്? അത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ അധിക്ഷേപങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെയാണ് അല്ലേ? നമസ്കാരം. തീർച്ചയായിട്ടും ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് തന്നെ എന്നെ കൊണ്ട് എത്തിച്ചു, എന്നെയും എന്റെ കുടുംബത്തെയും കൊണ്ട് എത്തിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിലുള്ള അറ്റാക്ക് നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് പലപ്പോഴും എന്റെ ശരീരത്തെ വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന മീഡിയം ഇതാണതുകൊണ്ട് കൂടി ആയിരിക്കാം ഇങ്ങനെ ഒരു വരുന്നത്. പക്ഷെ എന്റെ ശരീരത്തെ വെച്ചിട്ട്, ഞാൻ ഇടുന്ന വസ്ത്രത്തെ വെച്ചിട്ട് ഒക്കെയാണ് ഈ ഭയങ്കര മോശമായിട്ടുള്ള കമന്റ്സ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. റീസെന്റ് അതെല്ലാം എന്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് ഞാൻ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പോകുന്ന, അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, കേട്ടില്ല വെച്ച് പോകുന്ന ഒരു നേച്ചർ എനിക്കുള്ളത് കൊണ്ടുമായിരിക്കാം ഇത്രയും ഒരു ഡിലേ അതിൽ വന്നത്. പക്ഷെ അതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുണ്ടായിരുന്നത് അതെന്റെ ഫേസ്ബുക്കിൽ കൂടി ആയിരിക്കാം, അല്ലെ ഇൻസ്റ്റയിൽ കൂടി ആയിരിക്കാം, സൈബർ ഇടങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടായത് എന്നൊരു സാധനമാണ് ഞാൻ പറയുന്നത്. എനിക്ക് പരിചയമില്ലാത്ത ചിലപ്പോൾ ഫേക്ക് ഐഡികളിൽ കൂടി ആയിരിക്കാം എന്ന് ഞാൻ ഒരു സാധനം എന്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ അതല്ല, അതൊരു സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും മോശമായ ഒരു മെസ്സേജ് ഉണ്ട്. അതാണ് ഞാനൊരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും ഞാൻ നേരിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നത്. അത് ഇൻ പേഴ്സൺ ആയിട്ട് നടന്ന ഒരു കോൺവെർസേഷൻ ആണ്. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിൽ നിന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനുണ്ടായ ഒരു സംഭവ വികാസങ്ങളെല്ലാം സംഭവിച്ചത് അതിനുശേഷമാണ്. അതായത് ഹണി, സൈബർ ഇടത്തിൽ എത്രയോ വലിയ ജനക്കൂട്ടമുള്ള ഉദ്ഘാടന ചടങ്ങുകൾക്കൊക്കെ പോകുന്ന ഒരാളാണ് ഹണി. അവിടെ വെച്ചൊന്നും ഈ തരത്തിലുള്ള നേരിട്ടുള്ള അധിക്ഷേപങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു സൈബർ ഇടത്തിൽ ഇത്ര മോശമായിട്ട് സംഭവിക്കുക, മോശം പ്രതികരണങ്ങൾ ഉണ്ടാവുക, അതിനെ തുടർന്ന് അത് ഇൻ പേഴ്സണൽ കോൺവെർസേഷനിലേക്ക് പോലും വരുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു. അത് സൈബർ ഇടത്തിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് നടപടി എടുക്കാത്തതുകൊണ്ട്, കൃത്യമായിട്ട് പരാതികൾ വരാത്തത് കൊണ്ട് അങ്ങനെ തന്നെയാണ് കരുതുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും അത് എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു മിസ്റ്റേക്ക് തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്റെ ഒരു സ്വഭാവം, എന്റെ ഒരു നേച്ചർ അനുസരിച്ച് ഒരു പ്രശ്നത്തിലേക്കോ ഒരു ന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ഞാനൊരു 20 വർഷമായി സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. അപ്പം കഴിയുന്നതും വിട്ടുകളയാൻ പോകുന്നത് പോട്ടെ എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഒരു ബിഹേവിയർ ആണ് എനിക്ക്. അതൊരു ശരിയായ പ്രവൃത്തി ആയിരുന്നില്ല എന്നിപ്പോ ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ ഒരു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ അതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം അത്രയും നല്ല അച്ഛനും അമ്മയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾ, എന്നെ സ്നേഹിക്കുന്ന ആളുകൾ, എന്റെ റിലേറ്റീവ്സ് ഒക്കെ അത്രയും നല്ല മനുഷ്യരാണ്. പിന്നെ എവിടെ നിന്നാണ് എനിക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? അപ്പൊ തീർച്ചയായിട്ടും അത് ഒരു സൊസൈറ്റിയിൽ നിന്നാണ് ഞാനിത് ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിപ്രഷന്റെയും ആൻസൈറ്റിയുടെയും ഒക്കെ ടാബ്ലറ്റ്സ് പോലും എടുക്കേണ്ടി വരുന്നു. എന്നെ കാണുമ്പോൾ ആളുകൾ പറയും ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് എല്ലായിടത്തും സംസാരിക്കുന്നത്, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ അതല്ല, നമ്മുടെ ഉള്ളിൽ
ഒരു ഭയങ്കരമായ എന്താ പറയാ ഒരു അഗ്നിപർവ്വതം തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്, ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അത് ഒരു പരിധി വിട്ട് നമ്മളെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി അതിന് നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു എല്ലാവരും കൂടി കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്. ലോയേഴ്സിന്റെ അടുത്ത് നമ്മൾ സംസാരിച്ചിരുന്നു. കാരണം ഇതൊരു ചെറിയൊരു ഫൈറ്റ് അല്ല, പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയൊരു കാര്യമല്ല. ഇതിപ്പോ എനിക്ക് ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. ഇതൊരു അവയർനെസ് കൂടിയാണ്. ഇത് ചെയ്യാൻ പാടില്ല, ഇതൊരു ക്രൈമാണ്. നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം എന്നുള്ള ഒരു അവകാശമോ അധികാരമോ ഇല്ല എന്നുള്ള ഒരു സാധനം, ഒരു അവയർനെസ് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കണം ആളുകളിലേക്ക് കൊടുക്കുന്നതെന്നുള്ള ഒരു എന്താ പറയാ ഒരു ആവശ്യം കൂടി എനിക്ക് ഇതിന്റെ പിന്നിലുണ്ട്. വലിയ ഒരു കൂടുതൽ ട്രോമയിലേക്കൊന്നും തള്ളിവിടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അപ്പോഴും ഒരു വ്യവസായ പ്രമുഖന്റെ പേര് പറയുമ്പോൾ ആ പേര് പറയുന്നില്ലല്ലോ ഹണി റോസ് എന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ അത് മുഖമില്ലാത്തവരല്ല അല്ലാത്തവരും ചോദിക്കുന്നു. അതിന് എന്തായാലും നമുക്കൊരു ഡിസിഷൻ ഉടനെ തന്നെ എടുക്കും. നമ്മൾ അങ്ങനെ ഇതിന്റെ ഒരു തുടക്കമായിട്ട് തന്നെ ഒരു നമ്മൾ പറഞ്ഞില്ല, ഞാൻ മാത്രമായിട്ട് ഇട്ട ഒരു പോസ്റ്റ് അല്ല അത് നമ്മൾ പല ആളുകളുമായിട്ട് കൂടിയാലോചനകൾ നടത്തി ലോയേഴ്സിന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു പോസ്റ്റാണത്. അതായത് നിയമോപദേശം തേടിയ ശേഷം ഈ പേരും ആരാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അത്തരം ഒരു നടപടി കടക്കാനുള്ള നീക്കം കൂടി നടത്തും. നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരാൾ നമ്മളെ ഉപദ്രവിച്ചത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യത്തിൽ ഡെഫിനറ്റ്ലി എനിക്ക് അതിന്റെ എല്ലാ രീതിയിലുള്ള ദേഷ്യവും പരാതിയും വിഷമവും ഒക്കെ എന്റെ ഉള്ളിലുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം ഞാൻ 20 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 2005 തുടങ്ങിയ ഒരു ജേണിയാണ്. അത് ഞാൻ എത്രയോ പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടും ഒരിടത്തുനിന്ന് പോലും ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്കിങ്ങനെ ഉണ്ടായത്. ആ പ്രോഗ്രാമിൽ ഞാൻ പ്രതികരിച്ചില്ല എന്ന് പല ആളുകളും പറഞ്ഞു. കാരണം അവിടെ ഞാൻ എങ്ങനെ പ്രതികരിക്കും? കാരണം ഒരു ഷോക്കാണ് നമുക്ക് സഡൻലി ഇത് വരുന്നത്. ഇത് എന്റെ തലയിൽ കൂടി 100 കാര്യം പോയി. ഞാൻ ഇതെന്താണ് ഇതിന് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ഇപ്പൊ ഇതിനെ റിയാക്ട് ചെയ്യേണ്ടത്? കാരണം എത്രയോ ആളുകൾ നിൽക്കുന്ന ഒരു ചടങ്ങാണ്. ഞാൻ അങ്ങനെയുള്ള ചടങ്ങുകളിൽ എപ്പോ പോയാലും ചിരിച്ച മുഖത്തോടെ മാത്രമേ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുള്ളൂ. കാരണം ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു അവസരമാണത്. ആളുകളായിട്ടുള്ള ഇന്ററാക്ഷനും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് തരുന്നത്. പക്ഷെ ആ ഒരു ചടങ്ങിൽ മാത്രമായിരിക്കാം എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി ഞാൻ തിരിച്ച് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. പക്ഷെ വീട്ടിൽ വന്ന് ഞാൻ വ്യക്തമായിട്ട് അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഒക്കെ സംസാരിച്ചിട്ട് ഈ വ്യക്തിയെ, മാനേജേഴ്സാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക, ഇവർ നേരിട്ടല്ല, അവരുടെ അടുത്ത് വ്യക്തമായി പറഞ്ഞിരുന്നു ഈ വ്യക്തിയെ ഇത് അറിയിക്കണം, ഭയങ്കര മോശമായി പോയി, എനിക്കിനി മുമ്പോട്ട് ഇവരുമായി സഹകരിക്കാൻ താല്പര്യമില്ല എന്നും അറിയിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ പിന്നെയും നമ്മുടെ പുറകെ നടന്ന് നമ്മുടെ പേര് പലയിടത്തും മെൻഷൻ ചെയ്യുക, വീഡിയോസ് ഇടുക, അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി വീഡിയോസ് ചെയ്ത് നമ്മളെ മോശക്കാരാക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുക എന്നൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയാ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് സത്യം. നമുക്ക് ഇനി അതിൽ നോക്കി നിൽക്കണ്ട എന്നുള്ള ഒരു തീരുമാനം ഞാനും എന്റെ ഫാമിലിയും എല്ലാവരും ചേർന്ന് എടുത്തതാണത്. തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള വളരെ ബോൾഡായിട്ടുള്ള തീരുമാനമാണ്. ആ നിയമ പോരാട്ടം ശക്തമായി തുടരാനുള്ള എല്ലാ ശക്തിയും ഉണ്ടാകട്ടെ എന്ന് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ന്യൂസ് 8ന്റെ ഭാഗത്തു നിന്ന് കൂടി ആശംസിക്കാൻ വളരെയധികം നന്ദി. ഹണി റോസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് ഈ ചർച്ച പാനലിൽ ചേരുന്നു 24 ന്യൂസിന്റെ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് സി ഷുക്കൂർ, ആക്ടിവിസ്റ്റുകളായ ശീതൽ ശ്യാമും ദിയാസനയും, സാമൂഹ്യ നിരീക്ഷക അനഘ ജയൻ, ഒപ്പം ഇൻഫ്ലുവൻസർ ഇൻഫോ മല്ലു അജു എന്നിവരും. ആദ്യം ആർ ശ്രീകണ്ഠൻ നായർ നമുക്കൊപ്പം ചേരുമ്പോൾ SKN സൈബർ ആക്രമണങ്ങളും വ്യക്തിഹത്യകളും പ്രമുഖർക്കെതിരെ ഉണ്ടായാൽ പോലും അത് ശരിയായ നടപടിയോ തുടർ നടപടികളോ ഒന്നും ഉണ്ടാകാറില്ല. ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് നീണ്ടുപോകുന്നതുകൊണ്ട് ആരും കടക്കാറുമില്ല. അപ്പോൾ അതേസമയത്ത് ഒരു സ്ത്രീ പറയുകയാണ് ഇതെല്ലാ സ്ത്രീകൾക്കും വേണ്ടിയും ഞാനൊരു പോരാട്ടത്തിലേക്ക് കടക്കുകയാണെന്നുള്ളത് ഏത് രീതിയിൽ കാണുന്നു? ഇതുണ്ടാക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഈ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ പരാതി കൊടുക്കാനൊക്കെ ആളുകൾക്ക് ഒരുപാട് അവസരം കേരളത്തിലുണ്ടെങ്കിൽ പോലും സൈബറിൽ പോകുന്ന പല പരാതികളും പരിഹരിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചു വേണം പരാതിയുമായി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. അപ്പം ഇതിനകത്തുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരാളോട് എന്തെങ്കിലും ഒരു പ്രതിപത്തിയില്ലായ്മ ഒരാൾക്ക് തോന്നിയാൽ അത് സംഘം ചേർന്ന് ആക്രമിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു സാധാരണ പതിവാണ്. അപ്പോൾ ഒരാളെ തകർക്കാൻ ഒരു വഴിയില്ലെങ്കിൽ അയാളുടെ പത്നി, അയാളുടെ കുടുംബം, അയാളുമായിട്ട് ബന്ധമുള്ള ആളുകൾ, ഇവരെയെല്ലാം നല്ല അശ്ലീലം കലർന്ന വാക്കുകളിലൂടെ ഉപയോഗിക്കുക. ഇപ്പം അടുത്ത കാലത്തായിട്ട് ഒരു കായംകുളത്ത് ഒരു MLA മകൻ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ 24 വാർത്ത സംപ്രേഷണം ചെയ്തപ്പോൾ അതിന്റെ പിന്നാലെ ഈ കുറെ പോരാളികൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഇവർക്ക് വേണ്ടി സമയം കളയണോ, ഈ പന്നിക്കൂട്ടം നമ്മളെ ആക്രമിക്കാൻ വന്നാൽ എന്തിനാണ് ഇവർക്കെതിരെ നമ്മൾ നേരിടാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നമ്മൾ അതുകൊണ്ട് പലതും അവഗണിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ വാർത്ത കേരളത്തിലെ
മിക്ക മാധ്യമങ്ങളും മനോരമ ന്യൂസും ന്യൂസ് 18 ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഇത് ക്യാരി ചെയ്തിരുന്നു. എന്നാൽ അവരെ ഒന്നും വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ഇവർ ശ്രമിച്ചു കണ്ടില്ല. എന്നാൽ എന്നെയും എന്റെ കുടുംബത്തെയും ഒരുപാട് ആക്രമിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഭാവിയിൽ കേരളത്തിൽ നമുക്ക് ഒരാൾക്കെതിരായിട്ടൊരു വാർത്ത കൊടുക്കാൻ പറ്റില്ല. വാർത്ത എത്ര സത്യമാണെങ്കിലും സംഘടിതമായിട്ട് ചില പാർട്ടിക്കാര് ചില ആളുകളെ അതിനകത്ത് പോരാളിമാരൊക്കെ ഉണ്ട്. ഈ പോരാളിമാരെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇപ്പൊ കൊട്ടാരക്കരയിൽ നിന്ന് തന്നെ ഒരു പോരാളി ഇറങ്ങിയിരുന്നു. അപ്പൊ ഈ പോരാളി അന്വേഷിച്ച് നമ്മുടെ ക്യാമറ സംഘം അവിടെ എത്തിയിരുന്നു. അയാൾ എന്തായാലും ഇത് പറഞ്ഞല്ലേ, അപ്പൊ അയാൾ പറയുന്ന കാര്യം എടുത്ത് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാമെന്ന് കരുതി എന്റെ കുടുംബത്തെ ആക്രമിച്ചതും അശ്ലീല വാക്കുകൾ പറഞ്ഞതും ചോദിച്ചു ചെന്നപ്പോൾ അയാൾ പറഞ്ഞു അയാളിതൊന്നും അത്രയും സീരിയസ് ആയിട്ട് കാണുന്നില്ല. അയാൾ അപ്പൊ തന്നെ അത് ഡിലീറ്റ് ചെയ്തു. അപ്പൊ സീരിയസ് ആയിട്ട് കാണുന്നില്ല, ഒരാളിന്റെ കുടുംബത്തെ ആക്രമിക്കുമ്പോൾ അത് സീരിയസ് ആയിട്ട് കാണുന്നില്ല. എനിക്ക് ഏറ്റവും പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് 24-ഉം ഞാനും ഒരു പോരാട്ടം നടത്താൻ തീരുമാനിക്കുകയും ഈ സൈബർ പോരാളികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ, ചില ആൾക്കാർക്ക് പാർട്ടിയുടെ പിൻബലമൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അതൊന്നും നമ്മുടെ വിഷയമല്ല. ഒരാളെ അധിക്ഷേപിച്ചാൽ അയാൾക്ക് നിയമപരമായ നടപടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ ഏതാണ്ട് ഒരു കുറെ അധികം കേസുകൾ, ഏതാണ്ട് 20-22 ആൾക്കാരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. അതിൽ 6-7 കേസുകൾ നമ്മൾ സൈബർ പെറ്റീഷനായിട്ട് കൊടുത്തു കഴിഞ്ഞു. അതിൽ ചില ആളുകൾക്കെതിരായിട്ട് സൈബർ ഡിപ്പാർട്ട്മെന്റ് FIR ഇട്ട് കഴിഞ്ഞു. മാത്രമല്ല വിദേശത്ത് ഇപ്പൊ ഖത്തറിൽ നിന്ന് 2 മലയാളികൾ ശരിക്കും വ്യക്തിപരമായിട്ട് എന്നെ ആക്ഷേപിക്കുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ ആക്ഷേപിക്കുന്ന സംഭവം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതിന്റെ പിന്നാലെ ചെന്നപ്പോ അവര് പറയുന്നത് എന്റെ പാർട്ടിയെ ആക്രമിച്ചു, അതുകൊണ്ട് ഞാൻ വിദേശ നാട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും. അപ്പൊ ഇതിനകത്ത് വിദേശ നാടുകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അറിയാതെ പോകുന്നു, ചിലരെങ്കിലും അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ നിയമത്തിന്റെ വഴി തേടി പോരാടാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര വിദേശത്തായാലും പിടിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ ബാക്കിയുണ്ട്. പക്ഷേ ഏത് സൈബർ കുറ്റങ്ങളും രാഷ്ട്രീയം പറയുകയാണെന്ന് പറഞ്ഞിട്ട് വ്യക്തിഹത്യ നിരന്തരം ചെയ്താലും ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇതിലൊരു പങ്കില്ല, ഇതൊന്നും ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ പറയാറുള്ളത്. രാഷ്ട്രീയ പ്രസ്ഥാനവും യഥാർത്ഥത്തിൽ ഇവരെ പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം സത്യമാണ്, പല രാഷ്ട്രീയ കക്ഷികളും ഇവരെ പരോക്ഷമായിട്ടോ അതല്ലാത്ത രീതിയിലോ ഒക്കെ പിന്തുണയ്ക്കുന്നുണ്ട്. അവരുടെ ഒരു മൗനമായ പിന്തുണ. എന്നാൽ ഇവർ പറയുന്നതൊക്കെ തെറിയും അശ്ലീല പദങ്ങളും ആയതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനത്തിന് പ്രത്യക്ഷമായിട്ട് ഇറങ്ങി പറയാൻ പറ്റത്തില്ല ഞങ്ങൾ അവരെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില രാഷ്ട്രീയ കക്ഷികൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇത്തരം സൈബർ പോരാളികളെ സംരക്ഷിക്കുന്നു എന്നത് പകൽ പോലെ സത്യമാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ അരിയാഹാരം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊക്കെ കണ്ടാലും കേട്ടാലും മനസ്സിലാകും. മാത്രമല്ല ഒരു കാര്യം സത്യമാണ്, ഈ സൈബർ പോരാളികളെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം അവരുടെ കയ്യിലിരിക്കുന്നത് അത്ര നെറികേടാണ്. ഈ നെറികെട്ടവന്മാരെ എങ്ങനെയാണ് ഒരു കക്ഷി രാഷ്ട്രീയക്കാരന് സംരക്ഷിക്കാൻ കഴിയുക? മാത്രമല്ല അവർ ജനമധ്യത്തിൽ പരിഹാസ കഥാപാത്രങ്ങളാവുക സംരക്ഷിക്കാൻ ഇറങ്ങിയാൽ. മാത്രമല്ല എനിക്ക് ഈ രാഷ്ട്രീയ കക്ഷിയോട് പറയാനുള്ള റിക്വസ്റ്റ് എന്താണെന്നറിയാമോ, ഇത്തരം സാമൂഹ്യ വിരുദ്ധ ശക്തികളെ കുറിച്ച് ഈ പ്രത്യക്ഷമായി എതിർത്ത് അഭിപ്രായം പറയേണ്ടത് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ജനാധിപത്യ ശക്തിയുടെ, ജനാധിപത്യ സംവിധാനത്തിന്റെ ജീവരക്തമാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കക്ഷി രാഷ്ട്രീയക്കാർ വേണം ആദ്യം അവരെ തള്ളി പറയാൻ. അപ്പൊ എന്തായാലും അവർ തള്ളി പറഞ്ഞോ ഇല്ല അതൊക്കെ അവരുടെ പ്രശ്നം. പക്ഷേ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, വ്യക്തിപരമായി വീട്ടിലിരിക്കുന്ന ആളുകളെയൊക്കെ അധിക്ഷേപം നടത്തുകയും വളരെ വൃത്തികെട്ട പദങ്ങൾ ഉപയോഗിച്ച് ആളുകളോട് അടരാടാൻ ചെയ്യാൻ തീരുമാനിക്കുന്ന സൈബർ ഇടങ്ങളിലെ പോരാളികളെ ഒരു സാമൂഹ്യ വിരുദ്ധ ശക്തി എന്ന് കണ്ട് തന്നെ നമ്മൾ ചെറുക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് നമ്മൾ ചെയ്യും. അതുപോലെ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി സൈബർ ഇടങ്ങളിൽ ഒരുപാട് അക്രമങ്ങൾ നേരിടേണ്ടി വന്ന ബലിയാടുകളെ. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരാണ് പ്രതികരിച്ചത്. ആക്ടിവിസ്റ്റ് ശീതൾ ശ്യാമിലേക്ക് കടക്കുന്നു. ആദ്യം ശീതൾ, ശോഭന വിവാദം വരെ എനിക്ക് ഓർമ്മയുള്ളതാണ്. ഈ സൈബർ അധിക്ഷേപത്തിന്റെ കണക്ക് പറഞ്ഞാൽ ഹണി റോസ് കേട്ടതിനും അപ്പുറത്തേക്ക് ഉള്ള സൈബർ ആക്രമണം നേരിട്ട ഒരാളാണ് ശീതൾ ശ്യാം. അത് ശീതൾ ശ്യാം എന്നൊരു വ്യക്തിക്കെതിരെ മാത്രമല്ല, നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ആറ്റിറ്റ്യൂഡും ആക്രമണവും കൂടിയായിരുന്നു. കേട്ട് ചെവി തഴമ്പിച്ച് കാണും. പക്ഷേ ഹണിറോസിന് ഒരാൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ, നിയമ നടപടിയായിട്ട് പോകുമ്പോൾ പൊട്ടിച്ചിരിക്കാനും സന്തോഷിക്കാനും തോന്നുന്നില്ലേ? എനിക്ക് സന്തോഷത്തെക്കാളുപരി എനിക്ക് ഹണീനെ അഭിനന്ദിക്കാനും കെട്ടിപ്പിടിക്കാനും തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് പുതിയ കാലത്ത് വളരെ ഉത്തേജനവും ആശ്വാസവും അത്ഭുതവും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അത് പലതരം മനുഷ്യർക്കിടയിലാണ് അത് ഉണ്ടാക്കുന്നത്. കാരണം നമ്മളിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം രാവിലെ എടുത്ത് തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകൾ അത് പലപ്പോഴും നമ്മുടെ ശരീരത്തെ, നമ്മുടെ ലൈംഗികതയെ, നമ്മുടെ സെക്ഷൽ ആക്ടിവിറ്റിയെ, ഇതിനൊക്കെയാണ് പലപ്പോഴും
പല സൈബർ ഇടങ്ങളിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും പറയാറ്. അപ്പൊ ഇവരുടെ ഇവര് വിചാരിക്കുന്നത് ഇവർ സംസാരിക്കുന്നത് കൊണ്ട്, ഇവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇവർ ഉപയോഗിക്കുന്ന ഭാഷകൾ, ഇവർ പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാവും, വിഷമമുണ്ടാവും എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ വളരെ വർഷങ്ങൾക്ക്, ഏകദേശം പറഞ്ഞാൽ 2008 മുതലാണ് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു തുടങ്ങിയത്. ഓർക്കുട്ട്, അവിടെ നിന്ന് ഫേസ്ബുക്ക്, അങ്ങനെ പലതരം സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വർഷത്തിനിടയിൽ ഒരുപാട് ഈ പറയുന്ന അറ്റാക്കുകൾക്ക് ഇടയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഹണിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ആദ്യം ഹണീനെ കണ്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത്, ഹണി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ നേരിടുന്നതെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കമന്റ്സ്, അതിൽ വരുന്ന മീംസ്, റീൽസ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ പറയും ചിരിച്ചു തള്ളാറുണ്ട്, എനിക്ക് അത് ചിലതൊക്കെ തമാശയായിട്ട് എടുക്കാറുണ്ട്, ചിലത് ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഹണിക്ക് ശ്രദ്ധിക്കേണ്ടി വന്നത് ആ ട്രോമയാണ്. ഹണി ഇപ്പൊ പറഞ്ഞതുപോലെ താൻ ആ പരിപാടി സ്ഥലത്ത്, താൻ അതിഥിയായി ക്ഷണിച്ച സ്ഥലത്ത് താൻ അപമാനിക്കപ്പെടുമ്പോൾ തനിക്ക് അവിടെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ പ്രതികരിക്കാത്ത സമയത്ത് നിന്നും അവിടെ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ട് നിയമപരമായി പോരാടുന്ന ഒരവസരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഒത്തിരി മനുഷ്യർക്ക് ആശ്വാസമാണെന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഹണിയെ പോലെ ഒരു വ്യക്തി അത്ര പെട്ടെന്നൊന്നും നമുക്ക് തകർക്കാനോ ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ മാനസികമായി ബുദ്ധിമുട്ടാക്കാനൊന്നും കഴിയില്ല. കാരണം അവർ വളരെ സ്ട്രോങ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അവരെ പോലുള്ള ആളെ പോലും മാനസികമായി തകർത്തുവെങ്കിൽ നമ്മുടെ സൈബർ ലോകം എത്ര മോശകരമാണ്, അതില് കമന്റ് ഇടുന്നവരായിട്ടുള്ള ആളുകൾ എത്ര വിരുദ്ധരാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കേരളം വളരെയധികം പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സൈബർ ഇടങ്ങൾ, അത് ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും യൂട്യൂബ് ആയാലും പല ഇടങ്ങളിൽ അത് പലപ്പോഴും വളരെ മോശകരമായി ഉപയോഗിക്കുന്നുണ്ട്. മീഡിയ, പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയാസിന് വലിയൊരു പങ്കുണ്ട് അതിൽ. കാരണം അവർ പലപ്പോഴും തങ്ങളുടെ ക്യാമറകളുടെ ആംഗിൾ പോലും, അത് വൈൽഡ് ആംഗിൾ ആയിക്കോട്ടെ, ഓഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുകളിൽ നിന്നായിക്കോട്ടെ, താഴെ നിന്നായിക്കോട്ടെ, അങ്ങനെ പലതരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ജോലിയിൽ വ്യാപൃതരാവുകയാണ്. അതിലൂടെ അവർ അരി വാങ്ങാണ്, ഭക്ഷണം കഴിക്കുകയാണ്. എത്രത്തോളം മോശകരമാണെന്നുള്ളതാണ്. പല നടിമാരും അത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പല സോഷ്യൽ സെലിബ്രിറ്റികളും അത് പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ നേരെ വരുന്ന ക്യാമറകൾ തങ്ങളുടെ ശരീരങ്ങളെ പലപ്പോഴും അപഹാസ്യമായിട്ട് കണ്ടന്റ് എഴുതി, തംബ്ലൈൻ എഴുതി അവർ ഉപയോഗിക്കാറുണ്ടെന്ന്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു മാനസിക ബുദ്ധി ബോധം ഓൺലൈൻ മീഡിയാസിന് പോലും ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ശീതൾ, ആ പോയിന്റ് വളരെ കറക്റ്റ് ആണ്. നിയമപരമായിട്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പോരാട്ടം? ഞാൻ അഡ്വക്കേറ്റ് ഷുക്കൂറിലേക്ക് അനക്കയുണ്ട്, അജു ഉണ്ട്. വരുന്നതിന് മുൻപ് ദിയ സനയിലേക്കൂടെ. ദിയ, ഞാൻ ചോദിക്കുന്നത്, ഇത് ശീതളിൽ അനുഭവിച്ചത് അത്രമോ അല്ലെങ്കിൽ അത് കൂടുതലോ ഒക്കെ സൈബർ ആക്രമണം നേരിട്ട ഒരാൾ കേട്ട ഏറ്റവും മോശമായിട്ടുള്ള ഒരു കമന്റിന് ഏറ്റവും ഒടുവിൽ കൊടുത്ത ചുട്ട മറുപടി എന്താണ്? കാരണം അങ്ങനെ തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ് ദിയ സന എന്നുള്ളതുകൊണ്ട് ഈ മറുപടി കൊണ്ട് ഇത് വല്ലതും കുറയുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും കുറയുന്നില്ല. ഇത് എപ്പോഴാണ് അവരുടെ ഉപയോഗിക്കുന്ന ഭാഷയോടൊപ്പം കലർന്ന രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്താണ്. കാരണം എനിക്ക് പറ്റുന്നില്ല. കാരണം എത്രത്തോളം കേസുകൾ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 100-300 പുറത്ത് കേസുകൾ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സൈബർ കേസുകൾ കൊടുത്തിട്ടുള്ളത് എനിക്കെതിരെയും എൻ്റെ മകനെതിരെയും എൻ്റെ കുടുംബത്തിനെതിരെയും എൻ്റെ ചുറ്റുപാടുള്ള മനുഷ്യർക്കെതിരെയും ഞാൻ നിൽക്കുന്ന സമുദായത്തിനെതിരെയും ഒക്കെ ശക്തമായിട്ട് നിന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ തെറി അഭിഷേകം തന്നെ ചെയ്തുകൊണ്ടിരുന്നിടത്താണ് ഞാൻ കേസുകൾ കൊടുക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് ഈ പറഞ്ഞ സൈബർ ലോകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കി. കാരണം കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു IT ആക്ട് പ്രകാരം ഒരു കേസ് എടുത്താലും അത് പെട്ടെന്ന് തന്നെ ആളുകൾ തിരിച്ചറങ്ങുന്നു. അവർക്ക് അതിന് വേണ്ടിയിട്ടൊരു എന്താ പറയുക, കൃത്യമായിട്ട് ഈ ആളെ ശിക്ഷിച്ചാൽ ഇതാണ് ശിക്ഷാ നടപടി എന്ന രീതിയിലേക്ക് ഒരു ശിക്ഷകളും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് വളരെ ഈസി ആയിട്ട് പോകുന്നു. ഫേക്ക് ഐഡികളിൽ നിന്ന് വന്ന് വീണ്ടും 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 വിളിക്കുന്നു. അവസാന ഘട്ടത്തിൽ ഈ ഗതികെട്ട് ഇറങ്ങി ചെയ്യുന്നു എന്ന് പറയുന്ന പല ഈ പറഞ്ഞ പോലെ സമര പ്രഖ്യാപനങ്ങൾ പോലും ഞങ്ങൾ 3 സ്ത്രീകൾ ചെയ്യേണ്ട സാഹചര്യം വന്ന് ഞങ്ങൾക്കെതിരെ കേസുകൾ ഉൾപ്പെടെയുണ്ട്. അത് പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് ഇത് ഒരു അഭിമാനക്കുറവുമില്ല. കാരണം ഈ ഞങ്ങൾ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഹണി ചെയ്തതുപോലെ. ഇന്നിപ്പോൾ ഹണി 30 പേർക്കെതിരെ കേസ് കൊടുത്തെങ്കിൽ ഹണി എന്നോട് സംസാരിച്ചു, ഞാൻ ഹണിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, തുടർച്ച ഇനിയും കേസുകൾ ഉണ്ടാകും. ഇപ്പോഴും നമ്മൾ ഒരു വിഷയത്തിന്മേൽ പോസ്റ്റ് ഇട്ടതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ആരൊക്കെയാണോ ഹണിയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ ഉൾപ്പെടെ കേസുകൾ എടുക്കും. അത് കൃത്യമായി അവരുടെ അഡ്വക്കേറ്റ് വഴി മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ശീതൾ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കും അഭിനന്ദിക്കാനാണ് തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോൾ മടുക്കില്ലേ? ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ഇത് ഇട്ടിട്ട് അങ്ങ് പൊക്കൂടെ, നിങ്ങൾ എന്തിനാ ഇത് മൈൻഡ് ചെയ്യണമെന്നാണ് പെട്ടെന്ന് ഒരു പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ ആരും പറയാറുള്ളത്.
ഈ ട്രോമ എന്ന് പറയുന്ന കാര്യം അങ്ങനെയുള്ള ഞാൻ അനുഭവിച്ച ഒരാളാണ്. ഞാൻ മെഡിസിൻ എടുത്ത ഒരാളാണ്. ഞാൻ ഈ അടുത്ത സമയത്തൊക്കെ ഞാൻ മൂഡ് സ്റ്റെബിലൈസേഷൻ മെഡിസിൻ ഉൾപ്പെടെ ട്രോമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെഡിസിൻസുകൾ എടുത്തിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കണ്ടീഷൻ ഈ പറഞ്ഞ ആളുകൾക്ക് ആർക്കും അറിയില്ല. നമ്മളെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കുന്നു, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിക്കുന്നു. പക്ഷെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അധിക്ഷേപമാണ്. ഈ മെനിങ്ങാന്നുണ്ടായ സംഭവം, എൻ്റെ സുഹൃത്തിൻ്റെ സിജോയുടെ മാരേജുമായി ബന്ധപ്പെട്ട ഒരു ബാച്ചിലർ പാർട്ടി നടത്തിയപ്പോൾ അവിടെ കുറേ ഓൺലൈൻ മീഡിയാസ് വന്നു. അവർ വന്ന് വളരെ കൂളായിട്ട് നമ്മളടുത്ത് ചോദിക്കുന്നു, മോൻ്റെ കാര്യം ചോദിക്കുന്നു, എൻ്റെ കാര്യം അന്വേഷിക്കുന്നു. ഞാൻ വളരെ ജെന്യൂനായിട്ട് കുറേ അഭിപ്രായങ്ങൾ പറയുന്നു. എൻ്റെ ജെൻഡർ അധിക്ഷേപം നടത്തുന്നു, എൻ്റെ സെക്ഷുവാലിറ്റി അധിക്ഷേപം നടത്തുന്നു, എൻ്റെ വായ, എൻ്റെ ബോഡി ലാംഗ്വേജ്, എൻ്റെ ഷേപ്പ്, എൻ്റെ രീതികൾ, എനിക്ക് അബ്യൂസ് കമൻസ് മുഴുവൻ എൻ്റെ മകനും കൂടെ ചേർന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെയൊക്കെ ഞാൻ സഹിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊരു 34 years ഉള്ള ഒരു ലേഡിയാണ്. ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യമല്ല, നിരന്തരമാണ് ഇതിങ്ങനെ ഈ ട്രോമ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ട്രോമ എന്ന് പറയുന്നത് ഇപ്പോൾ അപർണ ഉൾപ്പെടെ, ഈ ഇരിക്കുന്ന ശീതൾ ആയിക്കോട്ടെ, ബാക്കിയുള്ള ആൾക്കാർ, എനിക്ക് അറിയുന്ന വ്യക്തികളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അവരെ പറയുന്നത്. ഹണി ആയിക്കോട്ടെ, അവർ പറയണം, അവരുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അപർണ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ ട്രോമയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്. ഇതൊന്നും ഈ പൊതു ഇടത്ത് നിന്ന് ഈ പറഞ്ഞ സൈബർ ബുള്ളിങ് ചെയ്യുന്നവർക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പാർട്ടികളുടെ അണ്ടറിൽ വരുന്ന സൈബർ ബുള്ളിങ് മാത്രമല്ല, മെനിനിസ്റ്റ് ടീമുകൾ, YS കേരള പോലുള്ള ടീമുകൾ, മെനിനിസ്റ്റ് ഗ്രൂപ്പുകൾ നിന്ന് അറ്റാക്ക് ചെയ്തത് ജെൻഡർ സെക്ഷുവാലിറ്റിക്ക് തുറന്നു പറയുന്ന മനുഷ്യർക്കെതിരെ, അതുപോലെ സ്ത്രീകൾക്കെതിരെ അബ്യൂസിംഗ് ആയിട്ട് എത്ര ഗ്രൂപ്പുകളുണ്ടെന്ന് പറയും, എത്ര പേജുകളുണ്ടെന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചു തരാം. ഞങ്ങൾ പബ്ലിക്കിൽ ഇവരെ ഒക്കെ തുറന്ന് കാണിച്ചിട്ട് വരെ പ്രതിഷേധങ്ങൾ നടത്തിയിട്ട് പോലും ഒരു തരത്തിലുള്ള സപ്പോർട്ടിങ് നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ഇന്ന് ഒറ്റ സ്ത്രീ വീണ്ടും ഞങ്ങൾ നടത്തിയ പ്രതിഷേധത്തെ പോലും തന്നെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് അവരുടെ പൈസ ഉപയോഗിച്ച് അവരുടെ വക്കീലിനെ വെച്ച് അവർ കഷ്ടപ്പെട്ട് അവരുടെ കുടുംബത്തിന്റെ സപ്പോർട്ടോട് കൂടി അവരിറങ്ങി ഇന്ന് 30ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും രജിസ്റ്റർ ചെയ്യപ്പെടണം. ഇനിയും ഈ പറഞ്ഞതുപോലെ ഞാൻ തിരികെ വരാം. അഡ്വക്കേറ്റ് ഷുക്കൂർ വക്കീല്, അഭിനന്ദനവും കിട്ടിയിട്ടുണ്ട്, ആക്രമണവും കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ കുറച്ച് കുറവാണല്ലേ? നമ്മളെ ഒന്ന്, ഞാൻ പുരുഷനെന്നുള്ളൊരു പ്രിവിലേജ് സമൂഹത്തിലുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും സ്ത്രീകളോ ട്രാൻസ്ജെൻഡർ അനുഭവിക്കുന്ന ഒരു ട്രോമ ആണുങ്ങൾ അനുഭവിക്കാറില്ല. അത് നമ്മളെ പക്ഷെ നമ്മളെ കുടുംബം, നമ്മുടെ ഭാര്യ, മക്കള്, അതുപോലെ സ്ത്രീകള്, വീട്ടിലെ സ്ത്രീകളൊക്കെ ഇതിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ അനുഭവിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഇത് അവഗണിക്കാനുള്ളൊരു മാനസികമായ നില തയ്യാറായതുകൊണ്ട് ഇത് അവഗണിക്കുന്ന പതിവാണ് ഉണ്ടാകുക. ഒരുപാട് ഇപ്പോഴും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സ്ത്രീകളൊക്കെ വരുന്നുണ്ട്. വയനാട്ടിലെ DCC പ്രസിഡന്റ് ആത്മഹത്യ ചെയ്യുന്നുണ്ടായ, DCC ട്രഷറർ ആത്മഹത്യ ചെയ്യുമായി ബന്ധപ്പെട്ട് എഴുതിയ പോസ്റ്റർ താഴെപ്പോഴും പച്ചത്തെറി വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് അവഗണിക്കുക ചെയ്യാം. പക്ഷെ നമ്മളൊരു പ്രധാനപ്പെട്ട സംഗതി, ഒന്ന്, നമ്മുടെ സൈബറിലോ അല്ല, ഇത് സംബന്ധമായ നിയമം വളരെ ദുർബലാണ്. നമ്മൾ ഏത് നിയമവും, ഇപ്പൊ BNSS ആയാലും ശരി, നേരത്തെ CRPC ആയാലും ശരി, ക്രിമിനൽ നിയമത്തിൽ ഇത്തരം കാര്യങ്ങൾ കോടതിയിൽ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഇത്ര എളുപ്പമല്ല. ഒന്ന്, ഏത് ഇൻസ്ട്രുമെന്റിലാണോ ഇത് പോസ്റ്റ് ചെയ്തത് അതിന്റെ IP അഡ്രസ്സും സാധനമൊക്കെ വേണം. പിന്നെ അത് ഡിലീറ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പ്രശ്നമാണ്. ഈ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പോലീസുമായിട്ട് സഹകരിക്കുന്നത് വളരെ കുറവാണ്. കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രശസ്തരായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൾക്കെതിരെ വളരെ മോശപ്പെട്ട ഒരു പോസ്റ്റ് എഴുതിയപ്പോ, അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, പോലീസ് ഡിപ്പാർട്ട്മെന്റ് DGPക്ക് പരാതി നൽകി, കാസർഗോഡ് SP അന്വേഷിച്ചു, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആരാ ചെയ്തു എന്താന്ന്. വളരെ മോശപ്പെട്ട പോസ്റ്റായിരുന്നു എഴുതിയിരുന്നത്. അങ്ങനെ ഇത് ഈ പോലീസിന്റെ വലിയ പരിമിതി പോലീസിനുണ്ട്. പക്ഷെ ഇപ്പൊ അണി റോസ് മാമിന്റെ ഒക്കെ ഗുണം എന്ന് പറയുന്നത് കൃത്യമായി ആളെ മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട്, അതായത് ഒറിജിനൽ ഐഡിയിൽ നിന്ന് പോസ്റ്റ് ചെയ്താൽ നമുക്കൊരു പരിധി വരെ ആളെ നമുക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെ പിടിച്ചാൽ പോലും ആ കേസ് കോടതിയിൽ തെളിയിക്കണമെങ്കിൽ അതിന്റെ ഡാറ്റ മുഴുവൻ വേണം. ഏത് ഇൻസ്ട്രുമെന്റിൽ നിന്നാണോ അത് പോസ്റ്റ് ചെയ്ത്, ഏത് IP അഡ്രസ്സിനാണോ വന്നത്, അതും ഫേക്ക് ആക്കി ഉണ്ടാക്കാനുള്ള കഴിവ് പലർക്കും ഉണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ പിന്നെ വാട്സപ്പ്, ഇതൊക്കെ ഫേക്ക് ID ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാ ഉണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഈ ഫേക്ക് ID ഉപയോഗിച്ച് ഇത്തരം ക്രിയേറ്റ് ചെയ്യുന്നത് തടയാനുള്ള വല്ല മാർഗവും ഉണ്ടോ? ഇപ്പൊ നമ്മുടെ ആധാർ കാർഡോ അതുപോലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഏതെങ്കിലും ഐഡന്റിറ്റി കാർഡ് ഉള്ളവർക്ക് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്കൊരു ID ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ എന്നൊരു അവസ്ഥ വന്നാൽ ഒരു പരിധി വരെ കുറയും. ഇത് പിന്നെ അതുപോലെ നേരത്തെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞതുപോലെ ഈ പത്രക്കാർക്കെതിരെയുള്ള സംഗതി എന്ന് പറയുന്നത്, ഒന്ന്, പത്രക്കാരും ചില കാര്യങ്ങൾ ഉത്തരവാദിത്തം കാണിക്കാറില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ആയാലും
മീഡിയ ആയാലും ഈ തംബ്ലൈൻ കൊടുക്കുന്നത് വളരെ തീർത്തും വ്യത്യസ്തമായ തംബ്ലൈൻ കൊടുക്കും. സ്വാഭാവികമായിട്ടും അപ്പം നിങ്ങൾ ഈ പത്രഭാഷ എങ്ങനെയാണോ അതേ രീതിയിൽ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. അതും ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഭാഷയിൽ മാന്യത പത്രക്കാരും കാണിക്കണം, വിമർശിക്കുന്നവരും കാണിക്കണം. ഈ കാര്യത്തിൽ നമുക്ക് കൃത്യമായ പ്രോട്ടോകോൾ രൂപീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമൂഹം മുന്നേറേണ്ട അവസ്ഥയായി. ഭയങ്കരമായ സ്ത്രീവിരുദ്ധത പേറുന്ന ഒരു സമൂഹ കേരളം. ഭയങ്കരമായ പാട്രിയാറ്റിക് മെയിൽ ഷോവനിസ്റ്റ് വളരെ കൂടുതലുള്ള ഒരു സമൂഹ കേരളം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്ത്രീവിരുദ്ധത വളരെ കൂടുതലാണ്. സ്ത്രീ രാഷ്ട്രീയക്കാർ അംഗീകരിക്കാൻ തയ്യാറല്ല, സ്ത്രീ പൊതുപ്രവർത്തകർ അംഗീകരിക്കാൻ തയ്യാറില്ല, സ്ത്രീകളായ സെലിബ്രിറ്റീസിനെ അംഗീകരിക്കാൻ തയ്യാറില്ല, സ്ത്രീകളായ കലാകാരന്മാരെ അംഗീകരിക്കാൻ തയ്യാറില്ല, കായിക താരങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ല. ചർച്ച തുടരുമ്പോൾ അജുവും അനഘയോട് ക്ഷമിക്കണം, നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോയതുകൊണ്ടാണ്. അനഘ, വലിയ തരത്തിലുള്ള ഒരു സൈബർ ആക്രമണത്തിന് ഭാഗ്യവശാൽ ഇരയാകേണ്ടി വന്നിട്ടില്ല അനഘ. അപ്പോഴും ഈ പൊതുവായി പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ആൾക്കാർ പറയും നല്ലോണം റീച്ച് കിട്ടിയില്ലേ ആ പോസ്റ്റൊക്കെ ഇട്ടപ്പോൾ, പിന്നെ ഈ സൈബർ ആക്രമണമൊക്കെ ഉണ്ടായാൽ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്ന ഒരു 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 ജനറൽ ടോക്ക് ഉണ്ട്. അത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് ആദ്യമേ അതിനോട് ഞാൻ വിയോജിക്കട്ടെ. എനിക്ക് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ 3 പ്രാവശ്യം സൈബർ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല. നമ്മുടെ നിയമ സംവിധാനം സാധാരണക്കാരെ ഫേവർ ചെയ്യാൻ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ വളരെ വീക്കാണ്. ഇതിപ്പോ ഹണി റോസിന്റെ പോലെയോ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള മനുഷ്യരോ കൊടുക്കുന്ന കേസ് അവരുടെ ഫെയിം കാരണം സൈബർ പോലീസ് ഏറ്റെടുക്കും. ഇത്ര പേർക്കെതിരെ കേസ് എടുത്തു എന്നുള്ള ഒരു വലിയൊരു മൈലേജ് ഉണ്ടാവും. അത് കുറച്ചു ദിവസം ഹെഡ്ലൈൻ ആവുകയും ചെയ്യുന്നു. കുറച്ചുപേരെ അതിന് വിളിക്കുന്നു, ചോദ്യം ചെയ്യുന്നു എന്നല്ല, സാധാരണ മനുഷ്യര് ഇപ്പൊ ഞാനൊക്കെ 3 കാര്യത്തിനായിരുന്നു. 2 സൈബർ അറ്റാക്കും 1 ഫിനാൻഷ്യൽ ഫ്രോഡും ആയിരുന്നു. സൈബർ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരെണ്ണം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അത്ര തന്നെ. ബാക്കി 2 കംപ്ലൈന്റ് സ്വീകരിച്ചതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് ഞാൻ കേട്ട കാരണം വളരെ വിചിത്രമായിരുന്നു. അവര് പറഞ്ഞു ഇതില് സോളിഡ് ക്രൈം ഒന്നും നടന്നിട്ടില്ലല്ലോ എന്നുള്ളത്. ഞാൻ ഡിഫേമേഷൻ ക്രൈം അല്ലേ? അല്ല, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമായിരുന്നു, അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ചെയ്ത വ്യക്തിയുടെ ഫോട്ടോ അടക്കം, ഒറിജിനൽ ഫോട്ടോ അടക്കം കിട്ടിയിട്ടും, ഫേക്ക് ഐഡികളായിരുന്നു, കിട്ടിയിട്ടും അതിനെതിരെ ഒരു നടപടിയും എടുക്കാൻ സാധാരണക്കാർക്ക് യാതൊരു ഗുണവും ഇത്തരം കാര്യത്തിൽ സൈബർ പോലീസിനെ കൊണ്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ ഞാനിത് 2 ഡിസ്ട്രിക്റ്റിലായിട്ട് 3 കേസ് കൊടുത്ത് ഫെയിൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഹണിറോസിന്റെ കാര്യത്തിൽ ഇത്രയും വലിയൊരു 30 പേർക്കെതിരെ കേസ് എടുക്കുന്നു, ഇനിയും കൂടുതൽ പേർക്കെതിരെ കേസ് എടുക്കുന്നുള്ളത് വളരെ ആശാവഹമാണ്. ഇതൊരു മോറൽ ഇതൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഉപകരിച്ചേക്കാം. അതൊരു വളരെ നല്ല കാര്യമാണ്. നേരത്തെ ഷുക്കൂർ വക്കീൽ ഈ കാര്യത്തിൽ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് ഡീപ് റൂട്ടഡ് ആയിട്ട് പാട്രിയാർക്കി ഓടുന്ന ഒരു വേരോടുന്ന ഒരു സാമൂഹ്യ സംവിധാനമാണിത്. സൈബർ ഇടങ്ങളിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്, ദിയാസ് തന്നെ പറഞ്ഞ പോലെ വളരെ ക്ലോസ്ഡ് ആയിട്ട് ഈ മാച്ചിസ്മോ, അതായത് ഈ മാച്ചോ മസ്കുലിനിറ്റി ആഘോഷിക്കാനുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. അവിടെ എല്ലാം വളരെ മോശമായിട്ടുള്ള രീതികളിൽ മറ്റ് ജെൻഡറുകളെയും മറ്റ് സെക്ഷുവാലിറ്റികളെയും എല്ലാം അടിച്ചമർത്തി പറയുന്നുണ്ട്. ഇവർ ഈ രീതിയിൽ ഓർഗനൈസ്ഡും ആണ്. അപ്പൊ നിയമ സംവിധാനം അത്രയ്ക്ക് സ്ട്രോങ് അല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ ഡ്രസ്സപ്പ് ചെയ്യുന്നതെന്നുള്ളത് ഇത് ഈ കമന്റ് ചെയ്യുന്ന തൊഴിലാളികൾ, ഈ പോരാളികൾ മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. ഹണി റോസ് അവരവരുടെ അപ്പിയറൻസിനെ കുറിച്ചും അവരവരുടെ സൗന്ദര്യത്തെ കുറിച്ചും നല്ല ബോധ്യമുള്ള ഒരു വ്യക്തിയാണ്. അവരെങ്ങനെയാണോ അവരെ പ്രസന്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണോ പബ്ലിക് അവരെ കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലെയാണ്. അല്ലാതെ നമ്മൾ ഒരാളുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറയുന്നത് വളരെ നീറ്റാണ്, വളരെ നല്ല കാര്യമാണ്. നമ്മുടെ പ്രിഫറൻസ് ഒരാളിൽ മീറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ അവരുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു. പക്ഷെ നമ്മുടെ പ്രിഫറൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി അയാൾ ഡ്രസ് ചെയ്യണം എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രശ്നമാവുന്നത്. അപ്പോ ഇവിടെ ആരെയും കാണിക്കാനോ ആരെയും തൃപ്തിപ്പെടുത്താനും വേണ്ടിയല്ല വസ്ത്രം ധരിക്കുന്നത്. അവരവരുടെ സൗകര്യത്തിന് കംഫർട്ടിന് വേണ്ടി വസ്ത്രം ധരിക്കുന്നു. വേണമെങ്കിൽ സൗന്ദര്യം ആസ്വദിക്കാം, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുന്ന ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഇതുകൊണ്ട് പറ്റിയാൽ വളരെ നല്ല കാര്യം. പക്ഷെ നിയമ സംവിധാനം ഇതിലും സ്ട്രോങ് ആവേണ്ടതുണ്ട്. അതിന്റെ തീർച്ചയായിട്ടും അനഘ, ഞാൻ അജുവിലേക്ക് കൂടി. അജു, കുറച്ച് സമയമാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഇത് പുറത്ത് അല്ലാതെ നിൽക്കുന്നവരെ ഈ തരത്തിൽ ആക്രമിക്കുന്നു, സൈബർ ഇടങ്ങൾ ആക്രമിക്കുന്നു പറയുമ്പോൾ ഇൻഫ്ലുവൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിൽക്കുന്നതേ ആ ഫീൽഡിനകത്ത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും പലതരത്തിലാണ് അതിലുള്ള പലരെ കുറിച്ചും ഒരുപക്ഷെ ട്രോളുകളാവാം, അത്തരം റീൽസുകളൊക്കെ ആകാം. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ റീച്ചിൻ്റെ ഭാഗമാണ് എന്നാണ് പൊതുവെ പറയാനുള്ളത്. അതല്ല ഈ നേരത്തെ അനഘയോ ദിയോ ഒന്നും പറഞ്ഞതുപോലെയല്ല, ഇതൊരു പാട്രിയാർക്കി വിഷയമൊന്നുമല്ല. ആണായാലും പെണ്ണായാലും ഈ മോശം ആക്രമണത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് അജു.
എന്നോടാണോ? അതെ അതെ, കേട്ടായിരുന്നോ ഞാൻ ചോദിച്ചത്? ക്ലിയർ അല്ലാതെ എന്നാലും ഏറെക്കുറെ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടു. എനിക്ക് സൗണ്ടിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ഞാൻ നിങ്ങളെ പോലെ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നവർ, ഇൻഫ്ലുവൻസേഴ്സും നേരിടുന്ന ഈ അധിക്ഷേപങ്ങൾ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഇതൊക്കെ റീച്ച് കൂട്ടുകയാണ് എന്ന് പറയുന്ന ആൾക്കാരുള്ള ഒരു മറുപടി കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്ന നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ഇത് ജെൻഡർ ഒന്നും ഇല്ലെന്ന് എല്ലാ മനുഷ്യരും അറ്റാക്ക് നേരിടുന്നുണ്ട്. സൈബർ അറ്റാക്കിനെ ഒരു തരത്തിലും അനുകൂലിക്കുന്നില്ല. സൈബർ അറ്റാക്കിനെ എല്ലാ തലത്തിലും എതിർക്കുകയും ചെയ്യുന്നു. ഇവിടെ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനം അല്ലെങ്കിൽ ഈ പറയുന്ന സൈബർ അറ്റാക്ക് നേരിടാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ പിന്നെയും ഉണ്ടാകുന്നത്. ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 1 വർഷം മുമ്പ് ഞാൻ ന്യൂസ് 18 ചാനൽ തന്നെ ചർച്ചയ്ക്ക് വന്നൊരു സംഭവമാണ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസ്. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ദിനം പ്രതി ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും അതിനെ പ്രതിരോധിക്കുവാനായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു മുഖ്യധാരാ ചാനലിലെ റിപ്പോർട്ടറും അതോടൊപ്പം തന്നെ അതിന്റെ മേധാവിയും ഒക്കെ നേരിട്ട സൈബർ ആക്രമണത്തെ നമ്മൾ കാണുകയുണ്ടായി. പിന്നെ ഇവിടെ ഈ പറയുന്ന ഒരു ഭാഗത്തെ മാത്രം, പുരുഷന്മാരെ മാത്രം കേന്ദ്രീകരിച്ചൊക്കെ പറയുന്ന കേട്ടു. അതിനകത്ത് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എല്ലാ തലത്തിലുള്ള ആൾക്കാരും, പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നോ ഒന്നും ഭേദമില്ലാതെ എല്ലാവരും ഇവിടെ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. എനിക്ക് അതുപോലെ വേണ്ടപ്പെട്ട എന്റെ സുഹൃത്ത്, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു സുഹൃത്ത്, അതായത് മെൻ ഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് നേരിട്ട ഒരു അതിക്രമത്തെ പറ്റി അല്ലെങ്കിൽ സൈബർ അറ്റാക്കിനെ പറ്റി ഞാൻ പറയാം. ഏകദേശം 2-3 മാസം മുമ്പാണ്. അദ്ദേഹത്തിന്റെ പേര് അഭിഷേക് ശ്രീകുമാർ എന്നാണ്. അദ്ദേഹം ഈ ബിഗ് ബോസിൽ കൂടെ ഒക്കെ ഫേമസ് ആയ ഒരു താരമാണ്. അപ്പോ ഇദ്ദേഹവും കേരളത്തിലെ ഒരു മുഖ്യധാര നടിയും കൂടെയുള്ള ഒരു ചിത്രത്തില് ഇവർ രണ്ടുകൂടി ഒരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തു. അപ്പൊ മറ്റൊരു ഫെമിനിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ഒരാള് ഇത് റീഷെയർ ചെയ്തുകൊണ്ട് മറ്റൊരു വാദം നടത്തുന്നുണ്ട്. ഇത് റീഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ് മെന്നിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ LGBTQIA+ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ആൾക്കാരൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്ന സ്ത്രീകളൊക്കെ ഡാഷാണ് എന്ന്. അതും സൈബർ അറ്റാക്ക് അല്ലേ? അങ്ങനെ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ സൈബർ അറ്റാക്ക് നേരിടുന്നു. നമ്മൾ ആരെ അടിച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന ഞാനും സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുള്ള ആളാണ്. അതായത് ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപക്ഷെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും അതിന്റെ അടി വരുന്ന കമന്റുകൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കമന്റുകളാണ്. എല്ലാ മനുഷ്യരും സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. അതിനെ ആരുടെ മേലിൽ കെട്ടി ചമച്ചു വെക്കേണ്ട കാര്യമില്ല. എല്ലാവരും സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുവാനായിട്ടുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിച്ചാൽ ഈ പ്രശ്നം പകുതിയും മുക്കാലും പരിഹരിക്കും. ആൾക്കാർക്ക് എല്ലാ സമാധാനത്തോടെ സോഷ്യൽ മീഡിയ ആ ഒരു വാദത്തോടു കൂടി യോജിക്കുന്നുണ്ടോ ശീതളം ദിയെ എന്നുകൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള കൂടി. ദിയാസന, അജു പറഞ്ഞു നിർത്തിയത് ശ്രദ്ധിച്ചില്ലേ? പാട്രിയാർക്കി ഒന്നും വിഷയമല്ല, അത് ഏത് ജെൻഡറിനുമുണ്ട് ഈ ആക്രമണം. പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മറുപടി ഞാനിപ്പോൾ അജു പറഞ്ഞ ഒരു വിഷയത്തിനകത്ത് ഇപ്പം അഭിഷേക് ശ്രീകുമാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട് അവർക്ക് നേരെ ഉണ്ടായ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചു. ഐ സപ്പോർട്ട്. ബട്ട് ഒരു കാര്യം പറയട്ടെ, ഇതേ അഭിഷേക് ശ്രീകുമാർ തന്നെ ഇതിനു മുമ്പ് നമ്മുടെ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ശീതളിന് അറിയായിരിക്കും, കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിൽപ്പെട്ട ഒരാളെങ്കിലും ആത്മഹത്യ ചെയ്യണം സ്വമേധയാ എന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ഒരാളാണ്. ഇല്ലെന്ന് ശീതൾ പറയട്ടെ, ശീതളിന് അറിയാം, ഞങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു വീഡിയോയിലുള്ളതാണ് അല്ലേ. സോ അവർക്ക് നേരെ നടക്കുന്ന സമയത്ത് അവർക്കുണ്ടായ പ്രശ്നത്തെയും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു, ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. ഇവിടുത്തെ സൈബർ ഇടത്ത് ശരിക്കും ഫേസ്ബുക്കിനകത്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഭയങ്കരമായ ബുള്ളിങ് നടക്കുന്നത്. ഇൻസ്റ്റഗ്രാം പോലുള്ള പ്രൊഫൈലുകളിൽ ഇതിനകത്ത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ മെനിനിസ്റ്റ് പോലുള്ള YS കേരള പോലുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്. ഇവർ തന്നെ ഇൻസെൽസ് ടീമുകളായിട്ടുള്ള ആളുകൾ ഭയങ്കരമായിട്ട് തന്നെയാണ് ആക്രമണം നടത്തുന്നതും ബുള്ളി ചെയ്യപ്പെടുന്നതും. ആ ഒരു കണക്കില്ല, അതായത് എല്ലാവർക്കും നേരെ ആക്രമണമുണ്ട്, പക്ഷേ സ്ത്രീകൾക്കെതിരെ കൂടുതൽ, ട്രാൻസ് കമ്മ്യൂണിറ്റിക്കെതിരെ അതിലും കൂടുതൽ, ആ തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് അത് ഈ പൊതുസമൂഹത്തിന് ഒരു അളവുകോലാണ്. അത് അജു പറയുന്നവരോട് പരിപൂർണ്ണമായിട്ട് യോജിക്കാൻ ശീതളിന് കഴിയുന്നുണ്ടോ? എനിക്ക് പരിപൂർണമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം പാർശ്വവൽക്കരിക്കുന്ന വിഭാഗത്തെ എപ്പോഴും കടന്നാക്രമിക്കാനായിട്ട് ഒരു വലിയ വിഭാഗം, ശക്തിയുള്ള വിഭാഗം, പവറുള്ള വിഭാഗം, അല്ലെങ്കിൽ പേട്രിയാർക്കിയെ പേറുന്ന വിഭാഗം, ഹയറാർക്കിയെ കയ്യിൽ കൊണ്ടു നടക്കുന്ന വിഭാഗം എപ്പോഴും മുമ്പിലുണ്ടായിരിക്കും. അവരുടെ കയ്യിലായിരിക്കും കടിഞ്ഞാണുള്ളത്. പലപ്പോഴും അതിൽ പെട്ടുപോകുന്ന പുരുഷന്മാരും സ്ത്രീകളും മറ്റ് സെക്ഷുവാലിറ്റിയിൽപ്പെട്ട ജെൻഡറിൽപ്പെട്ട ആളുകളും അതിൽ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ വേരിയേഷൻ വ്യത്യാസമായിരിക്കാം എന്നുള്ളതാണ്. ഇതേ അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് ആ ഷോയിൽ വെച്ച് മോഹൻലാൽ ആയിട്ടുള്ള വ്യക്തി പറഞ്ഞത് നിങ്ങൾ സംസാരിച്ചത് ശരിയല്ല എന്നുള്ളത് താക്കീത് ചെയ്ത് വാൺ ചെയ്തതും. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്ത് അവയർനെസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആരെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നവകേരള യാത്ര കേരളത്തിലൂടെ നടത്തിയപ്പോൾ നവകേരള സഭ കല്ലൂർ വെച്ച് നടന്നപ്പോൾ മുഖ്യമന്ത്രിയോട് ഞാൻ സംസാരിച്ചത് എന്റെ കമ്മ്യൂണിറ്റിയെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്,
സൈബർ സ്പേസുകളിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്നവർക്കെതിരെ എന്ത് സംവിധാനമാണ് നിയമപരമായിട്ട് മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനത്തിനും ആഭ്യന്തര സംവിധാനത്തിനും എടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. അതിന് വലിയ മറുപടി ഉണ്ടായിരുന്നില്ല, നോക്കാമെന്നാണ് പറഞ്ഞത്. ഇതുപോലെ മാത്രമല്ല, നമുക്കറിയാം ഈ കമന്റ് ഇടുന്ന പലരും വിദേശ രാജ്യങ്ങളിൽ ഒത്തിരി പേരുണ്ട്. യൂറോപ്പ്, അമേരിക്ക, ഏഷ്യ, അങ്ങനെ പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇവര് ഓസ്ട്രേലിയ എടുക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ പല അക്കാദമികളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ത്രെട്ടനിങ്, ഹറാസ്മെന്റ്, ഡിസ്ക്രിമിനേഷൻ, വയലേഷൻസ്, അതുപോലെ തന്നെ പാർശ്വവൽക്കപ്പെട്ട മനുഷ്യരെ അധിക്ഷേപിക്കൽ, ഇതൊക്കെ വലിയ കുറ്റമാണ്. അവരുടെ പൗരത്വം അവിടെ റദ്ദാക്കും. അവർ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തീർച്ചയായിട്ടും അത് ശരിയാണ് അനഘ. അതായത് പുറത്തു പോയാൽ അവിടുത്തെ നിയമങ്ങൾ പാലിക്കുന്ന മലയാളിക്ക് പക്ഷേ ഇതൊരു വല്ലാത്തൊരു ചാകരയാണ്. അതായത് അവിടെ നിന്ന് പോലും ഇത് ചെയ്യാം. ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ നിയമങ്ങൾ പാലിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പുറത്തിറങ്ങി നടന്ന് വൃത്തിക്ക് നടക്കും. പക്ഷേ സൈബർ ഇടത്തിൽ വീണ്ടും ആ മനോരോഗമുള്ള മലയാളിയായിട്ട് മാറുന്നു. ശരിയാണ്. അജു പറഞ്ഞ ഒരു വിഷയത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇതിപ്പോ നമ്മളിപ്പോ ഹണി റോസിന്റെ വിഷയം ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഈ സ്ത്രീകൾക്കും മറ്റ് കമ്മ്യൂണിറ്റികൾക്കും എതിരെയുള്ള ആക്രമണം ചർച്ച ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷെ മെജോറിറ്റേറിയനിസം ആണ് എന്ന് വെച്ചാൽ സെലിബ്രേഷൻ ഓഫ് മാച്ചിസ്മോ അല്ലെങ്കിൽ സെലിബ്രേഷൻ ഓഫ് മെജോറിറ്റേറിയനിസം തന്നെയാണ് സൈബർ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മെഗാ തിരുവാതിര ഒരു വലിയ വിവാദമായപ്പോൾ അതിൽ പങ്കെടുത്ത ഒരു പുരുഷ ഡാൻസറെ കുറിച്ച് അദ്ദേഹം സൈബർ ഇടത്തിൽ നേരിട്ടിട്ടുള്ള വല്ലാത്ത ആക്രമണം കണ്ടപ്പോൾ ഞാനിത് ആലോചിക്കേണ്ടത്. അദ്ദേഹം ഒരു പുരുഷനാണ്. അപ്പൊ മെജോറിറ്റി എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ആ മെജോറിറ്റേറിയനിസം ആണ് അവിടെ കാര്യം. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ലീഗൽ സൈഡ് വീക്ക് ആണെന്നുള്ളത് തന്നെയാണ്. ശീതൾ ശ്യാം പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അപ്പൊ സൈബർ പോലീസ് ഇതിന് പറയുന്ന ഒരു കാരണം ഈ പ്ലാറ്റ്ഫോംസ് ഇവർക്ക് ഫേവർ ചെയ്യുന്നില്ല. അതായത് ഇവർക്ക് കേസ് എടുക്കാനും മറ്റു കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ മറ്റ് ഡേറ്റിംഗ് ആപ്സോ പോലുള്ള പ്ലാറ്റ്ഫോംസ് ഫേവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊരു കാരണമായി വെച്ച് ഇത് വളരെ വ്യാപകമായിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഒന്നോ രണ്ടോ സോൾവ് ചെയ്താൽ തീരില്ല എന്നുള്ളത് ഒരു കാരണമാക്കി വെച്ചിട്ട് ഇതിനെ അജു, ഏതായാലും നിയമം ശക്തമാക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ തരത്തിലല്ല, അതല്ലാത്ത രീതിയിലേക്ക് ഈ സ്പേസ് ക്ലിയർ ആവേണ്ട ഒരു സാഹചര്യമുണ്ട്. നിങ്ങളും പ്രതീക്ഷിക്കുന്നത് അതേത് ജെൻഡറിനെതിരെയാണെങ്കിലും അത് ഉണ്ടാകും എന്ന് തന്നെ ആയിരിക്കുമല്ലോ അല്ലെ? ഒരു പോസിറ്റീവ് നോട്ടിൽ ചുരുങ്ങിയ വാക്കിൽ. അല്ല, പോസിറ്റീവ് നോട്ടിൽ പറയുകയാണെങ്കിൽ പോലും ആരെയും വില്ലന്മാരാക്കി ചിത്രീകരിക്കാതെ, ആരെയും മോശമായിട്ട് ചിത്രീകരിക്കാതെ എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആര് സൈബർ അറ്റാക്ക് ചെയ്താലും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. അത് ഒരു ജെൻഡറിന്റെയും തലയിൽ അടിച്ചേൽപ്പിക്കാതെ, അല്ലെങ്കിൽ ഒരു കൂട്ടരെ മാത്രം ശിക്ഷ, അല്ലെങ്കിൽ ഒരു കൂട്ടരെ മാത്രം പ്രതികളാക്കി ചിത്രീകരിക്കാതെ ആരൊക്കെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ, ഏത് ജെൻഡറിൽപ്പെട്ട ആൾക്കാർ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ അവർക്ക് ശിക്ഷ വേണം. അല്ലാതെ ആദ്യം മേലിൽ അടിച്ചേൽപ്പിക്കരുത്. തീർച്ചയായിട്ടും എല്ലാവർക്കും എതിരെ കൂടുതൽ പരാതികൾ വരട്ടെ, നിയമം നടപ്പാകട്ടെ. അപ്പോൾ ഈ അനോണിമിറ്റിയുടെ തണലിൽ ഒളിച്ചിരിക്കുന്ന സൈബർ അശ്ലീലങ്ങൾ സ്ഥലം വിടട്ടെ. ഇങ്ങനെ ഈ സൈബർ ഇടം വൃത്തികേടുകൾക്കുള്ള ഒരു സ്ഥലമല്ല എന്ന് പുതിയ തലമുറയ്ക്കെങ്കിലും മനസ്സിലാകുന്ന രീതിയിലേക്ക് ഈ പോരാട്ടം നടക്കട്ടെ. ഏതായാലും വളരെയധികം സമയം പരിധി കൊണ്ടാണ് എനിക്ക് കൂടുതൽ പാനലിസ്റ്റുകളിൽ കടക്കാൻ കഴിയാതിരുന്നത്. അതിൽ ക്ഷമ ചോദിക്കുന്നു. ദിയാസന, ശീതൾ ശ്യാം, അനഘ, അജു, വളരെയധികം നന്ദി. ഒപ്പം അഡ്വക്കേറ്റ് സി ഷുക്കൂർ. പൂർണ്ണമാകും ചർച്ച. നമസ്കാരം.